എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിന്റെ അകത്ത് പെട്രോൾ ഒഴിച്ച് കത്തി, അതൊക്കെയാണ് CPM-ന്റെ ഒരു സാധാരണ അവരുടെ ഒരു നിലവാരത്തിലുള്ള അക്രമം എന്ന് പറയുന്നത്. എന്നെ സംശയിക്കരുത്. അതുപോലെ പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരനെ 51 വെട്ട് വെട്ടിക്കൊന്നു. ഒരാളെ കൊല്ലാനാണെങ്കിൽ 51 വെട്ടിന്റെ ആവശ്യമില്ല, 1-2 വെട്ടിന്റെ ആവശ്യം. അപ്പൊ എന്തുകൊണ്ടാണ് ഒരാളുടെ മുഖത്ത് മാത്രം 51 വെട്ട് വെട്ടിയത് എന്ന് ചോദിച്ചാൽ അതാണ് CPM-ന്റെ ഒരു സ്റ്റൈൽ, അതാണ് പാർട്ടിയുടെ ഒരു സാധാരണ രീതി. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ നടന്ന അക്രമം ഒരു അക്രമമേ അല്ല എന്ന് നമുക്ക് മനസ്സിലാവില്ല. സ്വരാജ് പറഞ്ഞത് ശരിയാണ്, പാർട്ടിയുടെ നിലവാരത്തിലുള്ള അക്രമം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അതുപോലും പാർട്ടിക്ക് ഒരു അക്രമമായിട്ട് തോന്നുന്നില്ല, അതൊക്കെ സമാധാന പ്രവർത്തനമാണ്. CPM-കാർ ചെയ്യുന്നതൊക്കെ സമാധാനപരമാണ്. CH മുഹമ്മദ് കോയ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബസ് കത്തിക്കൽ സംഭവം ഉണ്ടായ സമയത്ത് നിയമസഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് CPM-കാർ വളരെ സമാധാനപരമായിട്ട് പോലീസിനെ കല്ലെറിയും, സമാധാനപരമായിട്ട് ആളുകളുടെ മുഖത്ത് ആസിഡ് ബൾബ് ഒഴിക്കുകയും സമാധാനപരമായിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് അള്ളുവെക്കുകയും ചെയ്യുമ്പോൾ പോലീസുകാർ സമാധാനപരമായിട്ട് ലാത്തി വീശി അതിൽ ചിലർക്ക് പരിക്കുകയും. അപ്പൊ ആ രീതിയിലുള്ള സമാധാന പ്രവർത്തനത്തിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അവർ അള്ളുവെക്കുന്നത് സമാധാനമാണ്, അവർ ആസിഡ് ബൾബ് ഒഴിക്കുന്നത് എറിയുന്നത് സമാധാനമാണ്, അവർ കത്തിക്കുത്ത് നടത്തുന്നത് സമാധാനമാണ്, 51 വെട്ടുപെട്ടുന്നത് അവർക്ക് സമാധാനമാണ്, നമുക്ക് ചെറിയ അസമാധാനം. നമുക്ക് വളരെ വിഷമമാണ്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഒരു വരാൻ പോകുന്ന 5 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ജനകീയ ഉത്സവത്തിന്റെ കേളികൂട്ടാണ് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ ദിവസം SFI-കാരുടെ സമരമായിട്ടും ഇന്നലെ സഖാക്കളുടെ സമരമായിട്ടും കണ്ടത്. സഖാക്കന്മാരുടെ പുറവും പോലീസിന്റെ കൈയും തമ്മിലൊരു വലിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്, ആരെ തോൽപ്പിക്കും എന്ന കാര്യത്തിൽ. വെറുതെ വഴി നടക്കുന്ന കുറെ ചെറുപ്പക്കാരെ റോട്ടിലിറക്കി തല്ലുകൊള്ളിക്കാനുള്ള പരിപാടിയുടെ തുടക്കമാണിത്. നേതാക്കന്മാർക്ക് ആർക്കും തല്ലുകൊള്ളുകയില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാജ്യസഭാ മെമ്പർ സഖാവ് ഡബിള റഹീം SFI-കാരുടെ മുമ്പിൽ ഇതുപോലെ വലിയ പ്രകോപനപരമായ പ്രസംഗം നടത്തി. പോലീസ് ലാത്തി വീശി ഇപ്പൊ റഹീമിന്റെ പൊടി പോലും കണ്ടില്ല. അദ്ദേഹം ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പുള്ളി ഇത്ര നാളിൽ ഉട്ടാപ്പിന്ന് വിളിച്ചിരുന്നു, പുള്ളി സത്യത്തിൽ ഒരു മായാവിയാണ്, പെട്ടെന്ന് അടി കഴിഞ്ഞപ്പോ പുള്ളി കൃത്യമായിട്ട് രംഗത്ത് വരികയും വീണ്ടും വലിയ വീരവാദം പറയും ചെയ്തു. ഇതാണ് സഖാക്കൻ നേതാക്കന്മാരുടെ രീതി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്കുക, നാട്ടുകാരുടെ കാര്യം വലിയ കഷ്ടപ്പാടാണ്. പാവപ്പെട്ടവര് തല്ലുകൊണ്ട് അവരുടെ പുറം പൊളിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി 5 കൊല്ലത്തേക്ക് ഇതായിരിക്കും. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴയും. കേന്ദ്രമന്ത്രിമാര് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നൊക്കെ ഒരു വലിയ കുറ്റമാണെങ്കിൽ നിർമ്മല സീതാരാമനെ കണ്ടിട്ട് KV തോമസിന് പുട്ടും കടലയും കൊടുത്ത് 6 ഏക്കറിന്റെ മധ്യസ്ഥതയിൽ പിണറായി വിജയൻ നടത്തിയ ആ സംഭാഷണത്തിന്റെ വിവരങ്ങൾ കേരളത്തോട് വിളിച്ചു പറയാൻ അരുൺകുമാറിന് പറ്റുമോ? എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ആർക്കെങ്കിലും അറിയാമോ? അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഒളിച്ചും പാത്തും അല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് കാര്യങ്ങൾ പറയുന്നു, ചോദിക്കുന്നു, അതിൽ കള്ളക്കണക്ക് പറയുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ മന്ത്രിമാരോട്, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഊരുവിലക്കൊന്നുമില്ലല്ലോ. അത് പരസ്യമായി ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? രഹസ്യമായിട്ട് അത്താഴ വിരുന്നിന് ക്ഷണിക്കുകയും രഹസ്യം പങ്കിടുകയും പുട്ടും കടലയും കൊടുക്കുന്നതൊക്കെയാണ് സംശയം ഉണ്ടാക്കുക. അതിന് ഉത്തരം കിട്ടാത്ത കാലത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബാലിശമാണ്. എനിക്ക് BJP-യുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, അനാവശ്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉപയോഗിക്കുമെന്നുള്ളതാണ് താങ്കളുടെ ആശങ്ക. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അനാവശ്യമായിരിക്കാം ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ചികിത്സ ആവശ്യങ്ങൾ. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചികിത്സ ഒരു അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ സൗകര്യങ്ങളുമുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ അനാവശ്യമായിട്ട് തോന്നാം. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത്. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു രോഗം വന്നാൽ, ഒരു ആശുപത്രി കേസ് വന്നാൽ ആ ഒരു മാസത്തെ എല്ലാ ജീവിതക്രമങ്ങളും താളം തെറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത്തരം അടിസ്ഥാനപരമായിട്ടുള്ള പഠനങ്ങളില്ലാത്ത, നേരനുഭവങ്ങളില്ലാതെ അനാവശ്യ ചികിത്സ ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടോടാ. അന്തസ് വേണോടാ, അന്തസ്. ഒരു പാവപ്പെട്ടവനും അനാവശ്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ആശുപത്രി പോയി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രി പോയി റൂമിൽ കിടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കിടക്കുന്ന സമയം കൊണ്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് അരിക്കുള്ള കൂലി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവപ്പെട്ടവർ നടക്കുക.
നമുക്ക് വളരെ വിഷമവും ഇനി രണ്ടാമത് ഈ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കും എന്നുള്ളതാണ് താങ്കളുടെ സംശയം. അത് ഞങ്ങള് ധനകാര്യമന്ത്രിയും ധനവകുപ്പും കൂടി ചേർന്ന് ആലോചിച്ച് വേണ്ടത്ര സമയമെടുത്ത് കൃത്യമായിട്ട് അത് നടപ്പാക്കിക്കോളാം. എനിക്ക് അതിനു മുമ്പ് താങ്കളോട് ഒരു ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2 LPG സിലിണ്ടർ ഫ്രീ ആയി കൊടുക്കുമെന്ന്. ഒന്ന് ഓണത്തിനും 2 ക്രിസ്മസിനും. അതുപോലെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് 2500 രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന്. മറന്നിട്ടൊന്നുമില്ല. അയ്യോ എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. അപ്പോ ഇതിനൊക്കെ ഫണ്ട് നിങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത്. വെൽഫെയർ പെൻഷൻ 3000 രൂപയായിട്ട് കൂട്ടുമെന്ന്. ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? ഇതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഫ്രീ ബീസ് എന്തോ മഹത്തായ പലഹാരവും, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ മോശപ്പെട്ട പ്രവർത്തനവും തെറ്റായ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പല്ലേ? മെയ് 15-ന് KSRTC-യിൽ സൗജന്യ യാത്ര കൊടുക്കാമെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞത് ശിവശങ്കറിനെ തെളിയിക്കാൻ പറ്റുമോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് മന്ത്രിസഭ അധികാരമേൽക്കാതെ, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാതെ, ഒരു സർക്കാർ സംവിധാനം വരാതെ എങ്ങനെയാണ് KSRTC-യിൽ സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുന്നത്? ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് അത് മനസ്സിലായി. അത് മനസ്സിലാകാത്ത ആളുകൾ സമരം ചെയ്തു. എന്നിട്ട് പറയാം ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന്. ഞങ്ങൾ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് മെയ് 15 കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? താങ്കൾ പറഞ്ഞ പോലെ ചാള കൊടുക്കാതെ ചൂണ്ട കൊടുക്കണമെന്ന്. ചാളയ്ക്ക് പോലും ഗതിയില്ലാതെ ചൂണ്ട പിടിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർക്ക് ചിലപ്പോ ചാള ചുട്ട് കൊടുക്കേണ്ടി വരും. അവർക്ക് ആദ്യം ചൂണ്ട പിടിക്കാനുള്ള ശേഷി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഫ്രീ ബീസ് കൊടുക്കുന്നത്. മനസ്സിലായില്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ചലകോടീശ്വരന്മാരായിട്ടുള്ള കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മറ്റേ ലോണുകൾ എഴുതിത്തള്ളി സൗകര്യം ചെയ്തു കൊടുക്കുന്ന BJP സർക്കാരിന് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഈ പാവപ്പെട്ടവന് ചാള കൊടുക്കുന്നതിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാകില്ല. അതിന് PhD ഒന്നും വേണ്ട. പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു പ്രളയം വരുമ്പോ കൊടുക്കുന്ന അരിയുടെ പണം വാങ്ങുന്ന ആളുകൾക്ക് ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്തായി വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? എല്ലാവർക്കും ചൂണ്ട പിടിക്കാൻ ശേഷിയാകുമ്പോ കൊടുക്കാൻ സാറേ ചൂണ്ട. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഒരു ഗതിയും പരഗതി ഇല്ലാത്ത മനുഷ്യർക്ക് ചിലപ്പോ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കേണ്ടി വരും, ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കേണ്ടി വരും, ഫ്രീ ആയിട്ട് മറ്റേ യാത്രാ സൗകര്യം കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അവരൊരു ശേഷിയിലേക്കും സമൂഹത്തിന്റെ എല്ലാവരുടെ ഒപ്പത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്ന സമയത്ത് അവരുടെ കൺസെഷൻസ് നമുക്ക് കുറയ്ക്കാം, ഫ്രീ ബീസ് കുറയ്ക്കാം. അന്നേരം അവർക്ക് ചൂണ്ട കൊടുക്കാം. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. കോവിഡിന്റെ കാലത്ത് കുറെ 20,000 കോടിയുടെ 22,000 കോടിയുടെ ഒക്കെ പാക്കേജ് പ്രഖ്യാപിച്ചല്ലോ. 20,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ച് വായിച്ചു തീർന്നപ്പോ 22,000 കോടിയായ പാക്കേജുകൾ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.